പക്ഷേ ഒരു ചോദ്യം, ഈ പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ടിൽ ഉറച്ചു നിൽക്കുന്നു. ഇക്കാര്യത്തിൽ ലീഗിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കേണ്ട എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു. ഇതിൽ പറയാൻ LDF-നും CPM-നും അവകാശമില്ല, ഈ ലീഗിന്റെ ഒരു കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് വിമർശിക്കാൻ അവകാശമില്ല എന്ന വാദമാണ് പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി നടത്തുന്നത്. അത് പ്രതിപക്ഷ നേതാവ് ശരിക്കും വർഗീയ പ്രചാര വേലയാണ് നടത്തുന്നത്. പ്രതിപക്ഷ നേതാവും കോൺഗ്രസും എടുത്തുകൊണ്ടിരിക്കുന്നത് വർഗീയതയോടൊപ്പം ചേർന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള പ്രവർത്തനമാണ്. എന്നിട്ട് മറ്റാർക്കും പറയാനാവും, അദ്ദേഹത്തിന് മാത്രമേ വർഗീയ പരാമർശവും വർഗീയ പ്രവർത്തനവും നടത്താൻ പാടുള്ളൂ, മറ്റാർക്കും അതിനെപ്പറ്റി എതിരായി മിണ്ടാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നതിൽ എന്ത് കൈയ്യേട്? അദ്ദേഹമാണ് കേരളത്തിലെ ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഇനിയും ഞങ്ങൾ കൂട്ടുകൂടും, ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന് പറയുന്ന വാദിക്കുന്നവരാണ് അവർ, ജമാഅത്തെ ഇസ്ലാമി. അത് തന്നെയാണ് ഞങ്ങളുടെ പരിപാടി എന്ന് ഇപ്പോഴും ആവർത്തിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും വി. ഡി. സതീശൻ പറയുന്നത് ഞങ്ങൾ അവരുമായിട്ട് ചേരും, വർഗീയതക്കെതിരായിട്ട് ഞങ്ങൾക്കെതിരെ വിമർശിക്കാൻ ഒരാൾക്കും അവകാശമില്ല എന്ന് പറഞ്ഞാൽ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? വർഗീയതയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ തരാതരം പോലെ BJP-യുമായിട്ടും അതുപോലെ തന്നെ RS-ഉമായിട്ടും അതുപോലെ ജമാഅത്തെ ഇസ്ലാമുമൊക്കെ ഒക്കെ ചേരുന്ന ഒരു അവസ്ഥയാണ് കോൺഗ്രസ് ഇവിടെ കേരളത്തിലുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ലീഗ് ഉള്ളത്. മാറ്റിയില്ലാന്ന് അവർ തന്നെ പറഞ്ഞല്ലോ, ജമാഅത്ത് ഇസ്ലാമികാരനെ പറഞ്ഞു ഞങ്ങൾ മാറ്റിയില്ലാന്ന്. പിന്നെ എങ്ങനെയാ സതീശൻ മാറ്റാകുക? സതീശൻ 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് അവസരവാദവും നിലപാട് സ്വീകരിക്കുന്ന ആളാ, അതാ കാര്യം. എന്നിട്ട് വർഗീയതയ്ക്ക് എതിരായിട്ട് വലിയ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കും. മറ്റാരും പറയാനും പാടില്ലെന്ന്, മറ്റാർക്കും പറയാൻ അവകാശമില്ല എന്നും പറയാം. തുടർച്ചയായ വിവാദപരമായിട്ടുള്ള വർഗീയ പരാമർശം, ഇതേ ചോദ്യങ്ങൾ നമ്മൾ വി. ഡി. സതീശനോട് ചോദിച്ചു. AKGയെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട്. ഈ ഷാജി എന്ത് തോന്നിയാസവും പറയാൻ ഒരു മടിയില്ലാത്ത രാഷ്ട്രീയ നേതാവാന്ന് തന്നെ പറയാൻ പറ്റില്ല, തോന്നിയാസിയാണ്, എന്തു പറയും. അതിനോടൊന്നും മറുപടി പറയാൻ പറ്റില്ല, അതുകൊണ്ട് അവരോട് പറയാത്തത് തോന്നിയാസം തന്നെ. AKGയെ പറ്റി പറഞ്ഞതെല്ലാം തോന്നിയാസമല്ല, അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും പറയാനുണ്ട്, അതുകൊണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചു. ശരി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാധ്യതകളും, ഏത് സാധ്യതകളും ഈ അതിവേഗ അല്ലെങ്കിൽ അർദ്ധ അതിവേഗ റെയിൽപാളത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളും വരട്ടെ, നമുക്കത് പരിശോധിക്കാവുന്നതാണ്. കേരളയിൽ തന്നെ അതേപോലെ തന്നെ തുടരണം, കാരണം കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല, അത് വെറുതെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് സംബന്ധിച്ചെല്ലാമുള്ള പുതിയ പ്രൊജക്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ അതിനെയും നമുക്ക് പരിശോധിക്കാവുന്നതാണ്, ആവശ്യമായ നിലപാട് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ തന്നെ സുധാകരനും ചെന്നിത്തലയും പറഞ്ഞു അതൊന്നും അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, നമ്മളെല്ലാം പൊളിച്ചു കളയും. ഇവരെല്ലാം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ വികസന വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. കാലഹരണപ്പെട്ടുപോയ രീതിയാണ് അവതരിപ്പിക്കുന്നത്. ഞാൻ അത്രയും ഇപ്പം പറയുന്നുള്ളൂ.